എല്ലാ ദിവസവും ചായക്കൊപ്പം എന്തെങ്കിലുമൊക്കെ പലഹാരം കഴിക്കുന്നവരാണ് നമ്മൾ. പ്രത്യേകിച്ച് ഒരു രാവിലെ ഒരു 11 മണി സമയം അല്ലെങ്കിൽ വൈകുന്നേരം ഒരു 4 മണി സമയം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് പപ്സ്. അപ്പോൾ പുതിയ GST നിലവിൽ വന്നു. പപ്സിന് എത്ര രൂപ കുറയുമെന്ന് നമുക്ക് നോക്കാം. ചേട്ടാ ഒരു പപ്സ് തരുമോ? അപ്പോൾ ഇന്ന് മുതൽ മുട്ട പപ്സിന് എത്ര രൂപ കുറയുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ കണ്ണൂരിലെ ഷീൻ ബേക്കറിയുടെ പാർട്ണർ കൂടിയായ നിവേദന നമുക്ക് പോയി. ചേട്ടാ, ഇപ്പം നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ഇന്നലെ വരെ വിറ്റിരുന്നത്? ഇതിനിപ്പം മുട്ട പപ്സിന് എത്ര രൂപ ഇന്ന് മുതൽ കുറയും? ഇന്നലെ വരെ ഞങ്ങളുടെ പപ്സിന്റെ റേറ്റ് 20 രൂപയായിരുന്നു. അപ്പം ഇന്ന്, അതായത് 22 മുതൽ ഞങ്ങളത് 18 റുപ്പീസിലേക്കാണ് അത് കുറച്ചിരിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, കേരളത്തിലെ, അതായത് ഞങ്ങളുടെ അസോസിയേഷൻ എല്ലാ ബേക്കറിക്കാരും, ബേക്കേഴ്സ് അസോസിയേഷൻ കേരള എന്നുള്ള സംസ്ഥാന വ്യാപകമായ ഒരു അസോസിയേഷനാണ്. അപ്പം എല്ലാവരും ഐക്യദാർഢ്യമായിട്ട് തീരുമാനമാണ്. അപ്പം ഈ ഒരു ഇപ്പോൾ ഇങ്ങനെ ഒരു സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്നല്ലോ, നിങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യണോ? തീർച്ചയായും ഇരുവയും നീട്ടി സ്വാഗതം ചെയ്യുന്നു. കാരണം ബാക്കി ഏത് ഇൻഡസ്ട്രിയേക്കാളും ഞങ്ങളായിരുന്നു ഒരു പടി മുന്നിൽ അനുഭവിച്ചുകൊണ്ടിരുന്നത്. കാരണം ഓരോ സെക്ടർ, ഓരോ കാറ്റഗറി ഫുഡിന് ഓരോരോ GST ആയിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പം ഇതിന് മുന്നേ ഇപ്പം ഈ പറഞ്ഞ സ്നാക്സിന് പപ്സിനൊക്കെ 18% പിന്നെ സ്വീറ്റ്സ് ലഡുവിനൊക്കെ 12%, കേക്കിന് വീണ്ടും 18, പിന്നെ വേറെ ഐറ്റംസ് വരുമ്പം 5 വന്നു. അപ്പം ഞങ്ങളുടെ അക്കൗണ്ടൻസും ഓഡിറ്റേഴ്സ് തന്നെ തല പുണ്ണായി കുറേ വർഷം. അപ്പം പിന്നെ ഇത് കമ്പാരിസൺ വരുന്നത് ഇപ്പം ഞങ്ങളെപ്പോലത്തെ കേരള ബേസ് ഇവിടുത്തെ ബേക്കറിയും പിന്നെ MNCസുമായിട്ടൊക്കെയാണ് ഞങ്ങളെ കമ്പയർ ചെയ്ത് ആ റേറ്റിലാണ് ഞങ്ങളെ കമ്പയർ ചെയ്തത് ഇത്രയും കാലം. അപ്പം ഇതിപ്പം എല്ലാവർക്കും കൂടി നമുക്കൊരു വലിയൊരു റിലീഫ് തന്നെയാണ് ആക്ച്വലി. ഇതിപ്പോ നേരത്തെ എത്ര ശതമാനം ഉണ്ടായിരുന്നു, ഇന്നു മുതൽ എത്ര ശതമാനം? അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ വരെ 18% ഒരു മുട്ട പപ്സിന്. അത് മുട്ട പപ്സ് മാത്രമല്ല, ഒരു പഴംപൊരിക്കാണെങ്കിൽ ജനങ്ങളും, അതായത് ഞാൻ ഉൾപ്പെടെ ജനങ്ങൾ കൊടുത്തിരുന്നത് 18%. പക്ഷെ ഇന്ന് മുതൽ അത് 5% വന്നു. അതിന്റെ ആണ് ഈ 2 രൂപയുടെ ഡിഫറൻസ്. അതൊക്കെ നമുക്ക് റൗണ്ട് അബൌട്ടും ചേഞ്ചും ഒക്കെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മളൊരു ഫിഗറിലേക്ക് അത് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തെടുക്കുന്ന ഒരു ഇതാണ്. എന്തുണ്ട് ഇപ്പോ ഇതിലിപ്പോ മുട്ടയുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ മുട്ടയുണ്ട്, എണ്ണ അല്ല, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു സാധനമാണ് പപ്സ് ശരിക്കും? ഒരു എഗ് പപ്സിൽ വരുന്നത് അതിന്റെ ഫ്ലവർ വരും, അതിന്റെ യൂസ് ചെയ്യുന്ന നെയ്യ് വരും, പിന്നെ വരുന്ന മേജർ ഇൻഗ്രീഡിയൻസ് ആയാലും എഗ്ഗ്, പിന്നെ അതിന്റെ ഇൻഗ്രീഡിയൻസ് ആയ ബാക്കി ഫ്ലവർ, മറ്റേ പെപ്പർ, അങ്ങനത്തെ മസാല, അങ്ങനത്തെ ഒരുപാട് അണിയൻ, വെജിറ്റബിൾസ്, അങ്ങനത്തെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ടല്ലോ അതിൽ. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ നിങ്ങൾക്ക് ഈ വില മൊത്തത്തിൽ ഇപ്പൊ എണ്ണയുടെ വില അല്ലേ, അതൊക്കെ കൂടി മുട്ട അതൊക്കെ ഉണ്ട്. അപ്പൊ അത് വരുമ്പോ നിങ്ങൾക്ക് നഷ്ടമുണ്ടോ? എന്താണ് അത് ഞാൻ പറഞ്ഞു, ഇപ്പൊ GSTയിൽ വരുന്ന ഒരു പേഴ്സണൽ ഡിഫറൻസ് നമുക്ക് എന്തായാലും ഒരു ആശ്വാസം തന്നെയാണ്, റിലീഫ് തന്നെയാണ്. ഇതിപ്പം നഷ്ടമുണ്ടോ ലാഭമുണ്ടോ നമുക്ക് ലോങ് റണ്ണേ നമുക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഇതിപ്പോ ഒരു ലെങ്തി പ്രോസസ്സാണ്. ഇതിപ്പം ഒരു ഐറ്റം കൊണ്ട് നമുക്ക് ഒരിക്കലും അത് നമുക്ക് ഡിസൈഡ് ചെയ്യാനും പറ്റില്ല. എങ്ങനെയുണ്ട് ഈ പപ്സ്? ഇപ്പോൾ പൊതുവേ ആളുകൾ കൂടുതൽ മുട്ട പപ്സ് കഴിക്കാൻ വരുന്നുണ്ട്. എന്താണ് മുട്ട പപ്സ്? എന്റെ സ്കൂൾ കാലം മുതലേ ഞങ്ങൾ എല്ലാവരും പപ്സ് അഡിക്റ്റ് ആണ്. ഒരു പപ്സ് ഒരു ലൈമാണ്. ഇപ്പൊ ഏത് സ്കൂളിന്റെ മുന്നിൽ ഒരു പെട്ടിക്കട ഒരു മിൽമ ഉണ്ടാവും. പക്ഷെ ആ ട്രെൻഡിനും മാറിയിട്ടില്ല. നമുക്ക് പല സ്നാക്സും വന്നു, ബർഗർ വന്നു, പിസ്സ വന്നു, റോൾസ് വന്നു, സാൻഡ്വിച്ച് വന്നു. പക്ഷെ ഫോർ ദാറ്റ് മാറ്റർ മുട്ട പപ്സ് അല്ലേ ഒരു വികാരം തന്നെയാണ്. ഏതൊരാൾക്കും ഒരു മുട്ട പപ്സ്, ഒരു ലൈം, അത് ആള് അങ്ങനെ മിസ് ചെയ്യില്ല. അത് ഒരിക്കലും അതിന്റെ സെയിൽ കുറഞ്ഞിട്ടില്ല. ഈ കുട്ടികളാണ് കൂടുതലായിട്ട് വരുന്നത്? ഇല്ല, നമുക്ക് എല്ലാ വിഭാഗവും ഈക്വലി എൻജോയ് ചെയ്യുന്നൊരു മീലാണ്. കുട്ടികൾ മുതൽ മിഡിൽ ഏജ്, ടീനേജ് മുതൽ നല്ല പ്രായമുള്ള ആൾക്കാർ വരും. സ്കൂൾ കുട്ടികൾ വരികയാണെങ്കിൽ പപ്സിനോട് ഇപ്പം ഈ കണ്ട പോലെ കെച്ചപ്പ് ഇല്ലാണ്ട് അവർക്കാവില്ല സ്കൂൾ കുട്ടികൾക്ക്. അപ്പം അതെ അടുത്ത ഒരുപാട് സ്കൂൾസ് ഉണ്ട് നമ്മുടെ കാട്ടയുടെ. അപ്പം എല്ലാവരും വന്നാൽ നമ്മൾ ആ ഒരു കെച്ചപ്പ് നമ്മുടെ സൈഡിൽ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഈ പറഞ്ഞ പോലെ ചായയാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ വൈകിട്ടൊക്കെ ചായക്ക് ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെങ്കിൽ ഈ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ഇപ്പോഴും തോന്നുന്നു പപ്സിന്റെ കൂടെ ലൈം തന്നെയാണ് ഒരു ലൈല മജ്നു കോമ്പറ്റീഷൻ പോലെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പപ്സിന് ഇപ്പോൾ 20 രൂപയായിരുന്നു പപ്സിന്, അങ്ങനെ 18 രൂപയായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം പപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മലയാളികളുടെ ദേശീയ ഭക്ഷണം പോലെയായി മാറിക്കഴിഞ്ഞ ഒന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും GSTയുടെ ആ കുറവ് അത് വിലയിലും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ പപ്സിനും വില കുറയുകയാണ്.